ഇടുക്കിയിൽ ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു അയ്യപ്പൻ ക്ഷേത്രം, അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം വലിയ രീതിയിലാണ്, വലിയ പ്രശസ്തമാണ്. കർക്കിടകവാവ് ബലിച്ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. MC ബോബനിലേക്കാണ്. ബോബൻ, വളരെ പുലർച്ചെ തന്നെ ചടങ്ങുകളെല്ലാം, ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? എത്രത്തോളം തിരക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു? കുട പിടിച്ചിട്ടുണ്ട്. മഴ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. സ്വപ്ന, പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പെരിയാറ്റിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ മഴ കാര്യമായി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരശുരാമൻ പ്രതിഷ്ഠിച്ച പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രമെന്നാണ് വിശ്വാസം ഉള്ളത്. അതുപോലെ തന്നെ പെരിയാർ തീരത്താണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ റിസർവോയറിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് പൂർണ്ണ സംഭരണ ശേഷിയിലേക്ക് എത്തുമ്പോൾ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഏതാണ്ട് ശ്രീകോവിൽ ഒഴികെയുള്ള ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ബലിതർപ്പണ ചടങ്ങുകൾ തന്നെയാണ്. അതിരാവിലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ജലനിരപ്പ് അണക്കെട്ടിൽ 50% താഴെയാണ്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ മുൻവർഷങ്ങളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും വള്ളങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ആളുകൾ പെരിയാർ കടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഈ പെരിയാറ്റിലൂടെയും ആളുകൾ വള്ളത്തിലൂടെയും ഒക്കെയായി ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിച്ചേരുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വരെ ഈ ചടങ്ങുകൾ തുടരും. നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഇപ്പോൾ ഭക്തർക്ക് ഒരു ആശ്വാസകരമാണ്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.